വെരി ഗുഡ് മോർണിംഗ്. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഔദ്യോഗിക വസതിയിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ. ഈ മാസം 15-നാണ് താൻ വീട്ടിൽ മടങ്ങിയെത്തിയതെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യം. ജഡ്ജിയുടെ വിശദീകരണവും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടും പരസ്യപ്പെടുത്തി സുപ്രീംകോടതി. അന്വേഷണത്തിനായി 3-അംഗ സമിതിയെ പ്രഖ്യാപിച്ചു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുമോ എന്ന് ഇന്നറിയാം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നോമിനേഷനും സൂക്ഷ്മ പരിശോധനയും ഇന്ന്. വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും നാളെ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. മീറ്റിംഗുകളിലോ കൂടിക്കാഴ്ചകളിലോ പങ്കെടുക്കാനാകില്ല. 2 മാസത്തെ വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടേഴ്സ്. ന്യൂമോണിയ ബാധയെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കഴിഞ്ഞ മാസം 14-ന്. ഇടുക്കി തൊടുപുഴയിൽ കച്ചവട പങ്കാളി ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജിൽ. കേസിൽ അറസ്റ്റിലായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ സംഭവസ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. കണ്ണൂർ മട്ടന്നൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. വാഹന ഉടമ കൂടിയായ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാവിനെതിരെയാണ് കേസെടുത്തത്. ലൈസൻസ് ഇല്ലാത്തവർക്ക് വാഹനം നൽകിയതിന് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് നടപടി. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. കണ്ണൂരിൽ ലഹരി പ്രതിരോധ പ്രവർത്തനത്തിനിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ഭീഷണി. മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ആബിദിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ്. പഞ്ചായത്ത് പരിധിയിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ലഹരി വിൽപ്പനക്കാരുടെ വിവരം പോലീസിന് നൽകിയതിനാണ് ഭീഷണി. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയിൽ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ടൗണിൽ നിന്ന് പ്രത്യേക മോർണിംഗ് ഷോ. വലിയഴീക്കലിലും മണ്ണാറശാലയിലും ലഹരി വിരുദ്ധ പരിപാടികൾക്ക് തുടക്കമിടും. സ്കൂൾ വിദ്യാർത്ഥികളുമായും കൂടിക്കാഴ്ച. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് ആലപ്പുഴ ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന ആദ്യ വീടിന്റെ താക്കോൽ ദാനവും ഇന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 42-ാം ദിവസം. ആശമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. പള്ളിത്തർക്കത്തിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് യാക്കോബായ സഭയുടെ നിയുക്ത കാതോലിക്ക ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. പ്രശ്നപരിഹാരത്തിനായി ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാർ. കോടതി വിധികളിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24-നോട്. പാർട്ടി കോൺഗ്രസിനുള്ള സംഘടനാ രേഖയ്ക്ക് അംഗീകാരം നൽകുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ഇന്നും തുടരും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് 75 വയസ്സ് പ്രായപരിധി കർശനമായി പാലിക്കാനാണ് നേരത്തെ നേതൃയോഗത്തിൽ തീരുമാനമെടുത്തത്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോട്ടയം മുണ്ടക്കയം വനാതിർത്തിയിലെ കള കയറിയ ഭൂമിയിൽ വിളവെടുപ്പിന്റെ മഞ്ഞൾ മഹോത്സവവുമായി വനം വകുപ്പ്. പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് മഞ്ഞൾ കൃഷി എന്ന ആശയം നടപ്പിലാക്കിയത്. ആദ്യഘട്ടം വിജയിച്ചതോടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ നീക്കം. ഇടുക്കി വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ 40 ഏക്കറിന് സമീപം ഭാഗികമായി തകർന്ന കലുങ്കിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ റോഡിലാണ് ദുരവസ്ഥ. എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലെ കടുത്ത ജലക്ഷാമത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ. ജലക്ഷാമം പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നിർദ്ദേശം നൽകി. എറണാകുളം കോതമംഗലം രാജപാതയിലെ ജനമുന്നേറ്റ യാത്രയ്ക്കെതിരെ കേസെടുത്ത് വനംവകുപ്പ്. വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് കോതമംഗലം രൂപത അധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. സംസ്ഥാനത്ത് ഈ മാസം 30-ന് മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം നടത്തുമ്പോൾ തലസ്ഥാന നഗരം മാലിന്യമുക്തമായില്ലെന്ന് ആക്ഷേപം. ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചയാണിതെന്നാണ് ആരോപണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാപ്പ കേസുകൾ ഉൾപ്പെടെ 23 കേസുകളുള്ള പ്രതി MDMAയും കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് മലയൻകീഴ് സ്വദേശി അർജുൻ. മലപ്പുറം മാറഞ്ചേരി മുക്കാലയിൽ ക്ലബിന്റെ ഓഫീസിന് തീയിട്ടതായി പരാതി. 2 യുവാക്കൾക്ക് പൊള്ളലേറ്റു. പരിക്കേറ്റവരെ ചങ്ങരംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ജനജീവിതത്തിന് ഭീഷണിയാകുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ. ഉഗ്രസ്ഫോടനം വഴി വീടുകൾക്ക് നാശം സംഭവിക്കുന്നതായാണ് പരാതി. അധികൃതരുടെ ഒത്താശയിലാണ് പാറമട പ്രവർത്തിക്കുന്നതെന്നും ആരോപണം. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സർക്കാർ സഹായമായി 100 കോടി രൂപ കൂടി അനുവദിച്ചു. വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ച ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിൽ നടത്തിയ അതിനൂതന ചികിത്സ വിജയം. അന്നനാളത്തിന്റെ ചലനശേഷിക്കുറവ് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്ന അക്കാലസിയ കാർഡിയ എന്ന രോഗത്തിന് നടത്തിയ ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയായത്. ലഹരി വ്യാപനം തടയുന്നതിനായി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഡി ഹണ്ട് 1 മാസം പിന്നിടുന്നു. 1 മാസം പിന്നിടുമ്പോൾ രജിസ്റ്റർ ചെയ്തത് 7038 കേസുകൾ. 7307 പേരെ അറസ്റ്റ് ചെയ്തു. അംഗനവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം ഇന്ന് 7ാം ദിവസത്തിലേക്ക്. സർക്കാർ അംഗനവാടി ജീവനക്കാരോട് കാണിക്കുന്നത് നിഷേധാത്മക നിലപാടെന്നാരോപിച്ചാണ് സമരം. കേരളം നടത്തിയ വാർഡ് വിഭജനം പഠിക്കാൻ ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 30 ദിവസം കൊണ്ട് കേരളം കാഴ്ചവെച്ച മികവേറിയ പ്രവർത്തനം അറിയാനും മാതൃക പകർത്താനുമാണ് താൽപര്യം പ്രകടിപ്പിച്ച് ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിലൂടെ കർശന നടപടികൾ തുടർന്ന എക്സൈസ്. മയക്കുമരുന്ന് വ്യാപനവും വിപണനവും തടയുന്നതിനുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിലൂടെ 2 ആഴ്ചക്കിടപിടിയിലായത് 873 പേർ. 2.37 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇനി പ്രധാന അറിയിപ്പുകളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മാസികയായ തദ്ദേശകം മാസികയിലേക്ക് ആവശ്യമായ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 31-നകം സമർപ്പിക്കണം. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ബൂത്ത് തലത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള രാഷ്ട്രീയ സർവകക്ഷി യോഗങ്ങൾ പുരോഗമിക്കുന്നു. യോഗങ്ങൾ ഈ മാസം 31-ന് പൂർത്തിയാകും. തിരുവനന്തപുരത്തെ സർക്കാർ ആയുർവേദ കോളേജിൽ വിവിധ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 28-ന്. തിരുവനന്തപുരം അരുവിക്കരയിൽ നിന്ന് ഐരാണിമുട്ടത്തേക്ക് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ ട്രാൻസ്മിഷൻ മെയിനിലെ അറ്റകുറ്റപ്പണി അടുത്ത മാസം 2 മുതൽ ഏപ്രിൽ 2 മുതൽ 4 വരെ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങും. മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനായി വേതന തെളിവെടുപ്പ് യോഗം നടത്തും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്കുള്ള യോഗം ഈ മാസം 26-ന്. സംസ്ഥാന ശുചിത്വ മിഷൻ വൃത്തി 2025 എന്ന പേരിൽ നടത്തുന്ന ക്ലീൻ കേരള കോൺക്ലേവിന്റെ പ്രചാരണാർത്ഥം റീൽ മത്സരം സംഘടിപ്പിക്കും. ഈ മാസം 30 വരെ എൻട്രികൾ അയക്കാം. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് പമ്പ് ഹൌസിൽ പുതിയ പമ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ജലവിതരണം മുടങ്ങും. ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ കുടിവെള്ളം മുടങ്ങുമെന്ന് അറിയിപ്പ്. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിലവിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് നിയമനം. അഭിമുഖം നാളെ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ CQ ലാബിൽ. ദേശീയ വാർത്തകൾ. ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒരു CRPF ജവാന് വീരമൃത്യു. CRPF 193-ാം ബറ്റാലിയനിലെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ മണ്ഡലാണ് വീരമൃത്യു വരിച്ചത്. ഹെഡ് കോൺസ്റ്റബിൾ പ്രീതം കുമാർ ഡേയ്ക്ക് പരിക്കേറ്റു. മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട്ടിൽ നടന്ന പ്രതിപക്ഷ യോഗത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ. തമിഴ്നാട്ടിൽ നടന്നത് ഗുണ്ടാ സംഘങ്ങളുടെ യോഗമെന്ന് വിമർശനം. രാമേശ്വരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി നാം തമിഴർ കച്ചി തൊഴിലാളികൾ. ശ്രീലങ്കൻ സർക്കാർ തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളെ തുടർച്ചയായി അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഊർജ്ജ സംരക്ഷണ സന്ദേശത്തിന്റെ ഭാഗമായി ഇന്ത്യ ഗേറ്റിലെ വിളക്കുകൾ അണച്ച് ഡൽഹിയിൽ ഭൗമ മണിക്കൂർ ആചരിച്ചു. ആഗോള താപനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാനാണ് ഇന്നലെ രാത്രി 8:30 മുതൽ 9:30 വരെ വൈദ്യുതി വിളക്കുകൾ അണച്ച് ഭൗമ മണിക്കൂർ ആചരിച്ചത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആഹ്വാനപ്രകാരമാണ് ഭൗമ മണിക്കൂർ ആചരിച്ചത്.
നാഗ്പൂർ അക്രമത്തിൽ 92 പേർ അറസ്റ്റിൽ. നാശനഷ്ടം നികത്തുന്നതിനായി അക്രമികളുടെ സ്വത്ത് കണ്ടുകെട്ടുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഇഷ്ടിക ചൂളയുടെ മതിലിടിഞ്ഞു വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. 5 പേർക്ക് പരിക്ക്. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച സിബിഐ മുംബൈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് സുശാന്ത് സിംഗ് രാജ്പുത്ത് മരിച്ച് 5 വർഷങ്ങൾക്ക് ശേഷം. ഉള്ളി കയറ്റുമതിയുടെ തീരുവ പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. ഉള്ളി കയറ്റുമതിക്ക് 20% തീരുവ ചുമത്തിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ. ഏപ്രിൽ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ. ഝലം നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവതിയുടെയും യുവാവിന്റെയും മൃതദേഹം പാകിസ്ഥാനിൽ നിന്നെത്തിച്ച ഇന്ത്യൻ സേന. യുവാക്കളുടെ മൃതദേഹം പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കൈമാറുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ മോഷണശ്രമം തടയുന്നതിനിടെ ഭക്ഷണശാല ഉടമയ്ക്ക് നേരെ വെടിവയ്പ്. ഗുരുതരമായി പരിക്കേറ്റ പ്രദീപ് ഗുലേറിയ ചികിത്സയിൽ. 2025 വിദേശകാര്യ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിന് സമാപനം. ബംഗ്ലാദേശ്, മാലിദ്വീപ്, മ്യാൻമർ, ശ്രീലങ്ക എന്നീ അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായാണ് യോഗം ചേർന്നത്. രാജ്യാന്തര വാർത്തകൾ. അറബിക്കടലിൽ കറാച്ചി തീരത്തിന് ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. ഐസ്ലൻഡ് വിദ്യാഭ്യാസ ശിശുക്ഷേമ മന്ത്രി ആസ്തിൽഡൂർ ലോവ രാജിവെച്ചു. രാജി 16കാരനുമായി ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന്. US സംസ്ഥാനമായ ന്യൂ മെക്സിക്കോയിൽ വെടിവയ്പ്. 3 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്ക്. വെടിവയ്പുണ്ടായത് ലാസ് ക്രൂസ് നഗരത്തിലെ പാർക്കിൽ. കമല ഹാരിസിന്റെയും ഹിലരി ക്ലിന്റന്റെയും മുൻ ഉദ്യോഗസ്ഥരുടെയും വിമർശകരുടെയും സുരക്ഷ റദ്ദാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി ഫെബ്രുവരിയിൽ ജോ ബൈഡന്റെ സുരക്ഷ ട്രംപ് പിൻവലിച്ചതിന് പിന്നാലെ. വ്യക്തിഗത ഉപയോക്താവിനെ ലക്ഷ്യം വെച്ചുള്ള ഫേസ്ബുക്കിലെ പരസ്യങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി ലണ്ടനിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തക. മെറ്റയ്ക്കെതിരെ കേസ് നൽകിയത് 37കാരി ടാന്യ ഓർക്കരോൾ. കേസിനെ തുടർന്ന് നടപടി പിൻവലിച്ച് ഫേസ്ബുക്ക്. ബോക്സിംഗ് ഹെവി വെയ്റ്റ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 1968 ഒളിമ്പിക് സ്വർണം നേടിയ അമേരിക്കൻ താരമാണ് ജോർജ് ഫോർമാൻ. 2 തവണ ലോക ഹെവി വെയ്റ്റ് കിരീടം നേടിയിട്ടുണ്ട്. അബുദാബി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വകുപ്പ് എബ്രഹാമിക് ഫാമിലി ഹൌസിൽ കൂട്ടായ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വകുപ്പ് ചെയർമാൻ മുഗീർ ഖാമിസ് അൽ ഖൈലി, അണ്ടർ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കെയ്റോയിലെത്തി. നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി UAE പ്രസിഡന്റിനെ സ്വീകരിച്ചു. പാകിസ്ഥാനിലെ ബലൂച്ച് അവകാശ നേതാവ് മഹ്റങ് ബലൂച്ചിന്റെ അറസ്റ്റിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആക്ടിവിസ്റ്റ് ഇക്ര ബലൂച്ച്. മഹ്റങ് ബലൂച്ചിനെ അറസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യാതൊരു വിവരവുമില്ലെന്ന് എക്സ് പോസ്റ്റ്. അബുദാബിയിലെ അല്ലൈനിൽ വീടിന് തീപിടിച്ച് 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. അപകടം അല്ലൈനിലെ നാഹിൽ മേഖലയിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവർ ജീവിക്കുന്ന രാജ്യങ്ങളുടെ സൂചികയിൽ മുന്നേറ്റവുമായി ബഹ്റൈൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി. 147 രാജ്യങ്ങളിൽ നിന്ന് 59ാം സ്ഥാനത്താണ് നിലവിൽ ബഹ്റൈൻ. തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിച്ച് തുർക്കി പ്രസിഡന്റ് രജബ് ത്വയ്യിബ് എർദോഗൻ തടവിലാക്കിയ മേയർ എക്രം ഇമോമോഗ്ലു. മേയറെ തടവിലാക്കിയത് അഴിമതി, ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തി. ഇസ്താംബൂൾ നഗരത്തിൽ പ്രതിഷേധം തുടരുകയാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് യാത്രക്കാർക്ക് മികച്ച സേവനം ലഭ്യമാക്കുമെന്ന് എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ. AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് രൂപം നൽകാനുള്ള കോഡ്-ഐ കേന്ദ്രം കൊച്ചി ഇൻഫോ പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക് ബൈക്ക് ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഹീറോ, റോയൽ എൻഫീൽഡ് കമ്പനികൾ ഈ വർഷം വിപണിയിലെത്തുന്നത് 6 ബൈക്കുകൾ. KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ AC-യാക്കുന്നു. പദ്ധതിയിൽ ആദ്യ ബസ് അടുത്തയാഴ്ച പുറത്തിറങ്ങും. ടെസ്ലയുമായി കൈകോർക്കാൻ ടാറ്റ ഗ്രൂപ്പ്, ടാറ്റ ഓട്ടോകോം, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ ടെക്നോളജീസ്, ടാറ്റ ഇലക്ട്രോണിക്സ് എന്നീ കമ്പനികൾ ടെസ്ലയുടെ ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകും. 2026 ഫോൾഡബിൾ ഫോൺ ആപ്പിൾ അവതരിപ്പിക്കുമെന്ന അഭ്യൂഹം. ആപ്പിളിന്റെ മടക്കാവുന്ന ഐഫോണിന്റെ കവർ സ്ക്രീൻ 5.5 ഇഞ്ചായിരിക്കുമെന്നും അഭ്യൂഹം. കർഷകർക്ക് പ്രതീക്ഷ നൽകി വിപണിയിൽ റബ്ബറിന് വിലയുയരുന്നു. സംസ്ഥാനത്ത് RSS ഗ്രേഡ് 4 വില 202 രൂപ, RSS ഗ്രേഡ് 5 198 രൂപയാണ് വില.
ഓഹരി വിപണിയെ സംബന്ധിച്ച് നിക്ഷേപകർക്ക് ടിപ്പുകൾ നൽകുന്ന സോഷ്യൽ മീഡിയയിലെ ഉപദേശകർക്ക് സെബിയുടെ കടിഞ്ഞാൺ. അനധികൃത ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കാനാണ് നടപടി. രാജ്യത്ത് 50 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന ലക്ഷറി കാറുകൾ സ്വന്തമാക്കുന്നവരിലധികവും യുവാക്കളെന്ന് റിപ്പോർട്ട്. മെഴ്സിഡീസ് ബെൻസ് അടക്കം ലക്ഷറി ശ്രേണിയിലെ മെയ്ബാക്ക് മോഡലുകൾ സ്വന്തമാക്കുന്നവരുടെ ശരാശരി പ്രായം 38. ത്രിപുരയിലെ വിവര സാങ്കേതിക മേഖലയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി പ്രതിനിധി സംഘം ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയെ കണ്ട് മേഖലയിലെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റണിലെ ട്രീസ ജോലി ഗായത്രി സഖ്യത്തിന്റെ പ്രയാണം സെമിയിൽ അവസാനിച്ചു. ചൈനീസ് ജോഡിയോട് 1-2 ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ തോൽവി. ഇംഗ്ലീഷ് വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ച ഹീതർ നൈറ്റ് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെയാണ് രാജി. 2016 മുതൽ ഇംഗ്ലീഷ് ടീമിനെ നയിക്കുന്ന ഹീതർ നൈറ്റ് ടീമിന് ലോകകപ്പും നേടിക്കൊടുത്തിട്ടുണ്ട്. ബയേൺ മ്യൂണിക് നായകൻ മാനുവൽ നോയർക്ക് ചാമ്പ്യൻസ് ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നഷ്ടമാകും. പ്രീ ക്വാർട്ടർ ഫൈനലിലെ ഗോൾ ആഹ്ലാദത്തിനിടെയാണ് ഗോൾ കീപ്പറായ നോയർക്ക് പരിക്കേറ്റത്. IPL 18ാം സീസണിൽ കമന്ററി സംഘത്തിൽ നിന്ന് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം. ചില ഇന്ത്യൻ താരങ്ങളുടെ പരാതിയെ തുടർന്നാണ് ഇർഫാനെ തഴഞ്ഞതെന്ന് മാധ്യമ റിപ്പോർട്ട്. ടോവിനോ തോമസ് ചിത്രം നരിവേട്ടയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ പുതിയ ലുക്കാണ് പുറത്തുവിട്ടത്. ചിത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായാണ് സുരാജ് എത്തുന്നത്. വീണ്ടും സർപ്രൈസുമായി എമ്പുരാൻ. ചിത്രം തിയേറ്ററിൽ കാണാനെത്തുന്നവരോട് ടെയിലന്റ് കാണാതെ പോകരുതെന്ന് അണിയറ പ്രവർത്തകർ. ചിയാൻ വിക്രം നായകനാകുന്ന തമിഴ് ചിത്രം വീരധീരശൂരന്റെ സെൻസറിംഗ് പൂർത്തിയായി. UA സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന്. ഈ മാസം 27-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ മികച്ച അഭിപ്രായം നേടിയ മലയാള ചിത്രം സോറി OTT-യിലേക്ക്. ഫാക്ട് ചെക്ക്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക പാസ് ലഭിക്കുമെന്ന് ഒരു സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്. നിലവിൽ പ്രത്യേക പാസ് ലഭ്യമാകുക ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ മാത്രം. മന്ത്രിമാർക്ക് 188% ശമ്പള വർധന പ്രഖ്യാപിച്ച പാകിസ്ഥാൻ. മന്ത്രിമാർക്കും ഉപദേഷ്ടാക്കൾക്കും പ്രതിമാസം 5,19,000 രൂപ ലഭിക്കും. ശമ്പള വർധന രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ. കുടിയേറ്റ മരണങ്ങളുടെ കണക്ക് പുറത്തുവിട്ട UN ഏജൻസിയായ IOM കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ 8,938 ജീവനുകൾ പൊലിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ വലയുന്ന ബോട്സ്വാനയിലേക്ക് സഹായം അയച്ച ഇന്ത്യ. അവശ്യ മരുന്നുകൾ, ശസ്ത്രക്രിയാ സാമഗ്രികൾ ഉൾപ്പെടെ 10 ടൺ സഹായം അയച്ചു. 5000-ലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചതായി റിപ്പോർട്ട്. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ ലഹരി വ്യാപനം നടക്കുന്ന 47 ഹോട്ട്സ്പോട്ടുകളുടെ കണക്ക് പുറത്തുവിട്ട എക്സൈസ്. ഈ സ്ഥലങ്ങളിൽ 3 ദിവസത്തിനകം ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ലബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. വെടിനിർത്തലിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്ക്. ഹെസ്ബുള്ള ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് ഇസ്രായേൽ. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. കര വ്യോമ ആക്രമണങ്ങളിൽ 5 കുട്ടികളടക്കം 32 പേർ കൊല്ലപ്പെട്ടു. 100 ന്യൂസ് പൂർത്തിയാകുകയാണ്.